അച്ഛമ്മ ഇന്ന് രാവിലത്തെ കാര്യമില്ലേ, അതിനെ പറ്റി അച്ഛമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇന്ന് രാവിലെ എന്ത് കാര്യം? അച്ഛമ്മ മുത്തോങ്കൾ ഒരു കറി ഉണ്ടാക്കിയില്ലേ? ആ, അതൊക്കെ അറിവ് ആയിക്ക് വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് അച്ഛമ്മ ചെയ്ത് വിളിച്ചു അത്ര തന്നെ. എന്നാ അത് മുത്തോങ്കളല്ല ഉണ്ടാക്കിയത്. പിന്നെ ആരാ ഉണ്ടാക്കിയേ? അമ്മ. അച്ഛമ്മ അത് ഉണ്ടാക്കിയത്. അത് മോക്ക് എങ്ങനെ മനസ്സിലായി? അച്ഛമ്മ, നിരീക്ഷണം. ഒരു നല്ല കുറ്റാന്വേഷകൻ ഒരു നല്ല നിരീക്ഷകനായിരിക്കണം, അല്ലേ? നിങ്ങളെ സ്കൂൾ ലൈബ്രറിയിലെ അച്ഛമ്മ ഷെർലക് ഹോംസിന്റെ ബുക്സ് ഉണ്ട്. അല്ല, ഇതിപ്പോ ലക്ഷ്മിയാ ചെയ്തതെന്ന് മോക്ക് തോന്നാനുള്ള കാരണം എന്തുവാ? സിമ്പിൾ. അമ്മേരെ മുഖത്തെ പേടി തന്നെ. അച്ഛമ്മ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പം അമ്മേരെ മുഖത്ത് പേടിയും ടെൻഷനും എല്ലാം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ആ സമയം അച്ഛമ്മ മുത്തോങ്കലിനെ വഴക്കുറഞ്ഞില്ലേ? അപ്പൊ അമ്മയുടെ മുഖത്ത് സഹതാപമായി. കുറ്റം ചെയ്യുന്ന ആളില്ലേ അച്ഛമ്മ, അത് മറയ്ക്കാൻ നോക്കുന്ന ആ പേടിയാണ് ഞാൻ അമ്മേരെ മുഖത്ത് കണ്ടത്. ശരിക്കും സംശയം ഉണ്ടെങ്കിലേ അച്ഛമ്മ അമ്മയൊന്ന് നിരീക്ഷിച്ചു നോക്ക്. എന്റെ പൊന്നുമോക്ക് തോന്നിയ ബുദ്ധി അച്ഛമ്മയ്ക്ക് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. അച്ഛമ്മയുണ്ടോ ഇതൊക്കെ വിചാരിക്കുന്നു? ഒരു കാര്യമില്ലാതൊരു കള്ളം പറഞ്ഞ് ആ പാവം പിടിച്ച മുത്തൂരിന്റെ വായിരിക്കുന്ന വഴക്ക് മുഴുവൻ കേൾപ്പിച്ചവള്. പൊന്നുമോള് കണ്ടുപിടിച്ചത് നന്നായി. അച്ഛമ്മ ചോദിക്കാം കേട്ടോ. ശരി അച്ഛമ്മ. പാവം മുത്തു. അമ്മ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അന്നേരം അമ്മ അത്രയും കിടന്ന് ദേഷ്യപ്പെടുന്ന കണ്ടപ്പോ എന്റെ പേടി കൊണ്ട് അറിയാതെ എന്റെ വായിൽ വീണു പോയതാ മുത്തണ്ണന്റെ പേര്. പക്ഷെ അതിങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ലക്ഷ്മി, ഈ സത്യം പറയുകയും കള്ളം പറയുകയും ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു സത്യം പറയുമ്പം നമ്മുടെ മനസ്സും ശുദ്ധമാകും. അത് സത്യസന്ധമായിട്ട് നമ്മൾ പറഞ്ഞു എന്നുള്ളൊരു സമാധാനം നമുക്ക് എപ്പോഴും കിട്ടും. അത് അവിടെ തീർന്നു കാര്യം. പക്ഷേ ഒരു കള്ളം പറഞ്ഞാലുണ്ടല്ലോ, ഒരുപാട് ദിവസം നമ്മൾ ആ ഭാരം ചുമക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് മറ്റുള്ളവരറിയുമോ, എന്തെങ്കിലും സത്യം പുറത്തു വരുമോ? അതുകൊണ്ട് എൻ്റെ പൊന്നു കുഞ്ഞെ, ഈ സത്യം വിളിച്ച് പറയണമെങ്കിലേ അതിനൊരു പ്രത്യേക ധൈര്യം വേണം. എന്തെങ്കിലേ അതിന് സാധിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞത് അമ്മ മുത്തുണ്ണനോട്, ഞാൻ അമ്മയോട് വന്ന എല്ലാ കാര്യങ്ങളും പറയാന്ന്. എന്നിട്ട് പക്ഷെ സമ്മതിച്ചില്ല. എന്തുകൊണ്ടാ സമ്മതിക്കാത്തത് നിനക്കറിയാമോ? അവന്റെ രീതി അതാ, അവന്റെ സ്വഭാവം അതാ. അവനെ വഴക്ക് പറഞ്ഞാൽ പോലും നമ്മളൊക്കെ തമ്മിൽ വഴക്കിടരുത്, ആ ഒരു നല്ല വിചാരമാ അവന്. പിന്നെ ഒരു കാര്യം മോളെ, നിങ്ങൾ വിചാരിക്കുന്നതല്ലേ, ചന്ദ്രഹാസത്തിൽ വന്നു കയറിയ സാധാരണ ഒരു ജോലിക്കാരനല്ല എൻ്റെ മുത്തു. നിനക്കറിയില്ല, എൻ്റെ ചന്ദ്രേട്ടൻ്റെ കയ്യും പിടിച്ച് മുത്തു ഇവിടെ വന്ന് കയറുമ്പോൾ എൻ്റെ ലക്ഷ്മി, മുത്തു എനിക്ക് എൻ്റെ മൂത്ത മകനെ പോലെ. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും മനസ്സിലാവത്തില്ല. മുത്തുവിൻ വിഷമിക്കുന്നതും മുത്തുവിനെ വിഷമിപ്പിക്കുന്നതും രണ്ടും എനിക്ക് പ്രയാസമുള്ള കാര്യമാണ്. ഞാനും അറിയാതൊരു തെറ്റ് ചെയ്ത് പോയി. പോട്ടെ, ഏതായാലും ഇനിയെങ്കിലും കുറച്ചുകൂടെ നോക്കിയും കണ്ടും കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഉൾക്കൊള്ളാൻ നീ മനസ്സിലാക്കണം. പാവം മുത്തു, അവനെന്ത് വിചാരിക്കുമോ എന്തോ. അല്ല, അവൻ്റെ രീതി അതാ, അവൻ്റെ മനസ്സിൻ്റെ നന്മയെ അങ്ങനെ. ദൈവം കൂടെ നിൽക്കും അവൻ്റെ.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.